എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ സൂപ്പർ 8ലെ ഓരോ മത്സരവും നിർണായകമാണ്. ശരിക്കു പറഞ്ഞാൽ ഓരോ മാച്ചും നോക്കൗട്ട് മത്സരമായി തന്നെ കളിക്കണം. എതിരാളികളെ നിസ്സാരമായി കാണരുത്. ഇന്ത്യയെ സംബന്ധിച്ചൊരു സന്തോഷ വാർത്തയുണ്ട്. തുടരെ 3 മത്സരങ്ങൾ ജയിച്ച് ഗ്രൂപ്പിൽ ഒന്നാമതായിരുന്ന അഫ്ഗാനിസ്ഥാനെ ഇന്നലെ നടന്ന ഗ്രൂപ്പ് മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് തോൽപ്പിച്ചത് 104 റൺസിനാണ്. ബോളിങ്ങിലും ബാറ്റിങ്ങിലും ദുരന്തമായിരുന്നു അഫ്ഗാനിസ്ഥാൻ. 218 റൺസ് വഴങ്ങിയ ടീം മറുപടി നേടിയത് 114 റൺസ് മാത്രം. അതിനാൽ തന്നെ അഫ്ഗാനിസ്ഥാൻ്റെ ആത്മവിശ്വാസത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഇത് ഇന്ത്യ മുതലെടുക്കണം. അഫ്ഗാനിസ്ഥാൻ്റെ തുറുപ്പ് ചീട്ടായ റഷീദ് ഖാൻ ഇന്നലെ 4 ഓവറിൽ 45 റൺസാണ് വഴങ്ങിയത്. വിക്കറ്റൊന്നും ലഭിച്ചുമില്ല. എന്നാൽ നൂർ അഹമ്മദ് വെറും 20 റൺസ് മാത്രമേ വഴങ്ങിയുള്ളൂ. ഋഷഭ് പന്ത്, ശിവൻ ദുബെ എന്നിവർക്ക് നാളെ കാര്യമായ പണിയുണ്ട്. ഇതുവരെ 7 മത്സരങ്ങളിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ചിട്ടുണ്ട്. ഒരു മത്സരം പോലും അവർ ഇന്ത്യക്കെതിരെ വിജയിച്ചിട്ടില്ല. ഇതിൽ 4 വിജയം എവേ മത്സരങ്ങളിലാണ്. 3 മത്സരത്തിൽ ഇന്ത്യ 200-ന് മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. നാളെ മത്സരം നടക്കുന്നത് കെൻഡിങ്സ്റ്റൺ ഓവലിൽ രാത്രി 8 മണിക്കാണ്. പിച്ച് ബാറ്റിങ്ങിനെയും ബൗളിങ്ങിനെയും ഒരുപോലെ തുണയ്ക്കുന്ന ഒന്നാണ്. മത്സരം പുരോഗമിക്കും തോറും പന്ത് ബാറ്റിലേക്കെത്തും. 65 മീറ്ററാണ് ആവറേജ് ബൗണ്ടറി ലെങ്ത്. 28,000 പേരുടെ കപ്പാസിറ്റിയുള്ള സ്റ്റേഡിയമാണിത്. ടോസ് ലഭിക്കുന്നവർ ചേസിംഗ് ആയിരിക്കും തിരഞ്ഞെടുക്കുക. എന്നാൽ ആകെ നടന്ന 23 മത്സരങ്ങളിൽ രണ്ടാമത് ബാറ്റ് ചെയ്തവർ 7 മത്സരങ്ങളിൽ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ 160 ആണെങ്കിൽ ഹയസ്റ്റ് ടീം ടോട്ടൽ 224-ഉം ലോവസ്റ്റ് ടീം ടോട്ടൽ 80-ഉം ആണ്. ഇതിൽ ലോവസ്റ്റ് ടീം ടോട്ടൽ നേടിയത് അഫ്ഗാനിസ്ഥാനാണ് എന്ന പ്രത്യേകതയുമുണ്ട്. നാളെ തെളിഞ്ഞ കാലാവസ്ഥയാണ് പ്രവചിച്ചിട്ടുള്ളത്. മഴയ്ക്ക് സാധ്യതയില്ല. അതിനാൽ തന്നെ മികച്ച ഒരു മത്സരം പ്രതീക്ഷിക്കാം. ഇന്ത്യ വിജയിക്കട്ടെ.